ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് 2025 വെൽക്കം ചെയ്യാം. എന്നെ സംബന്ധിച്ച് 2024 വളരെ പ്രിയപ്പെട്ടൊരു വർഷമാണ്. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് അധികം സങ്കടങ്ങളും തരാതെ പോയി എന്നെ ചേർത്ത് പിടിച്ചൊരു വർഷമാണ് 2024. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വർഷം കൂടിയാണ് 2024. പിന്നെ ചെറിയ ചെറിയ വിഷമങ്ങൾ അത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും വരുന്നത് പോലെ തന്നെ എനിക്കും വന്നു പോയിട്ടുണ്ടായി. പക്ഷെ ഞാൻ പല വിഷമങ്ങളെയും ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഓവർകം ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടിരുന്ന് തന്നെ പോകും. അതേസമയം നമ്മൾ ചിരിച്ചുകൊണ്ട് അതിനെ എങ്ങനെയാണ് നമ്മൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ കൂടുതൽ പഠിച്ചൊരു വർഷമാണ് ഈ 2024. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം പ്രയാസങ്ങളില്ലാതെ കടന്നു പോകാൻ പറ്റിയൊരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത പല ആൾക്കാരിൽ നിന്നും പല രീതിയിലുള്ള മോശ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും എനിക്ക് ആരോടും പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ല. എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണുള്ളത്. അപ്പോൾ ഈ വരുന്ന വർഷം എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ആവട്ടെ. നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഒന്നിനെയും നമുക്ക് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. എന്ത് വന്നാലും നമുക്കതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ നമ്മുടെ എയിം, അതായത് നമ്മുടെ ഡ്രീംസ്, അതിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും അതിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എപ്പോഴും നമ്മൾ അതിനെ മാത്രം മുന്നിൽ കണ്ട് പോയിക്കൊണ്ടേയിരിക്കുക. വഴിയിൽ പല തടസ്സങ്ങളുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ വഴി ശരിയായ വഴിയാണെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ പോവുക. നമ്മൾ 2025 ഫസ്റ്റ് കാണുന്ന ഒരു ഡ്രീമിലേക്കുള്ള വാതിൽ ചിലപ്പോൾ തുറക്കുക എൻഡിലായിരിക്കും. 2026 ചിലപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാൻ പറ്റുക. എന്നാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുക. ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളിലുള്ളൊരു സെൽഫ് കോൺഫിഡൻസാണ് ഏറ്റവും വലുത്. അതിനപ്പുറത്തേക്കായിട്ട് വേറെ ഒന്നും തന്നെയില്ല. എല്ലാവർക്കും നന്മയുള്ളൊരു പുതിയ വർഷം ആശംസിക്കുന്നു. താങ്ക് യു.